ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷാണ്. ആനുവൽ ഇവാലുവേഷൻ ആണ് കേട്ടോ. 2025-26 സമ്മറ്റി അസസ്മെന്റ് 3 അല്ലേ. അപ്പോൾ ഇംഗ്ലീഷാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1 നോക്കൂ, റീഡിങ് കോംപ്രിഹെൻഷൻ ആണ് കേട്ടോ. ആദ്യം നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ തന്നെ നമുക്ക് ആ പാസേജ് നന്നായി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നോക്കൂ, ഷിബിൻ എ 12-year-old boy from a poor family. He lived in a small hut near a quiet stream. എന്താ ഷിബിൻ എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്, ഒരു പുവർ ഫാമിലിയാണ് അല്ലേ, പാവപ്പെട്ട കുടുംബമാണ്. അവൻ താമസിക്കുന്ന ഒരു സ്മോൾ ഹട്ടിലാണ്, ഒരു സ്ട്രീമിൻ്റെ അടുത്താണ്. എവറി മോർണിംഗ് ആഫ്റ്റർ ഹെൽപ്പിംഗ് ഹിസ് മദർ, എന്നും അവൻ എന്താക്കുക, അമ്മേനെ സഹായിച്ചതിന് ശേഷം ഹി യൂസ്ഡ് ടു ഗ്യാദർ സാപ്ലിങ്സ് ഫ്രം ദ സറൗണ്ടിങ്സ്. അവൻ എന്താക്കും, ഈ സാപ്ലിങ്സ് പറഞ്ഞാൽ ചെറിയ തൈകൾ അല്ലേ, ചെറിയ ചെടികളൊക്കെ എന്താക്കും, ചെറിയ ചെടികളൊക്കെ അവൻ എന്താക്കും, അവന് ചുറ്റുവട്ടത്ത് എന്താക്കും, നടും അല്ലേ. ഹി പ്ലാന്റഡ് ദം അലോങ് ദ ഡസ്റ്റി റോഡ് സൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ്, അവന് ഡസ്റ്റി റോഡ് സൈഡിൽ എന്താക്കും, അത് നടും. പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിസ് എഫേർട്ട് ആൻഡ് കോൾഡ് ഇറ്റ് ചൈൽഡിഷ്. ആൾക്കാർ ഇത് കാണുമ്പോൾ എന്താക്കുക, അവൻ്റെ ഈ എഫേർട്ട് കാണുമ്പോൾ ചിരിച്ചിട്ട് പറയുന്നത് കുട്ടിക്കളിയാണെന്നുള്ളതിൽ പറയില്ലേ, ചൈൽഡിഷാന്ന് പറയില്ലേ. ഷിബിൻ സൈലന്റ്ലി കണ്ടിന്യൂഡ് ഹിസ് വർക്ക് വിത്ത് കെയർ. ഷിബിൻ എന്താക്കുക, അവൻ ശ്രദ്ധിക്കാതെ എന്താക്കുക, അവൻ്റെ വർക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യും. ഇയേഴ്സ് പാസ്ഡ് ദ റോഡ് സൈഡ് ചേഞ്ച്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അല്ലേ, റോഡ് സൈഡ് എന്താണ് ചേഞ്ച് ആയി അല്ലേ. ദ സാപ്ലിങ്സ് ഗ്രൂ ഇൻ ടു ബിഗ് ട്രീസ്. ഈ സാപ്ലിങ്സ് ഒക്കെ, ഈ തൈകളൊക്കെ എന്തായി വലിയ മരങ്ങളായി മാറി അല്ലേ. പ്രൊവൈഡിങ് കൂൾ ഷെയ്ഡ് ബിയറിങ് സ്വീറ്റ് ഫ്രൂട്ട്സ്. എന്താണ്, നല്ല തണുപ്പുള്ള ഒരു തണലായി. പിന്നെന്താണ്, ബിയറിങ് സ്വീറ്റ് ആണ്, അതിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി. ട്രാവലേഴ്സ് റെസ്റ്റഡ് ബിനീത്ത് ദം ആൻഡ് ചിൽഡ്രൻ ഷെയർഡ് ദ ഫ്രൂട്ട്സ്. അങ്ങനെ ട്രാവലേഴ്സ്, അതിലൂടെ യാത്രക്കാരൊക്കെ എന്താക്കി, തണലിൽ എന്താണ് റെസ്റ്റ് എടുക്കും, കുട്ടികളൊക്കെ എന്താക്കും, ഫ്രൂട്ട്സ് ഒക്കെ ഷെയർ ചെയ്യും. ദ വില്ലേജേഴ്സ് പ്രൈസ്ഡ് ഷിബിൻ. അങ്ങനെ വില്ലേജേഴ്സ് എന്താക്കി, ഷിബിനെയാണ് എന്താക്കിയത്, പ്രൈസ് ചെയ്തത് അല്ലേ. They realized that a poor boy's simple act had given them comfort, food and ലാസ്റ്റിംഗ് ഗിഫ്റ്റ് ഓഫ് ഗ്രീനറി അല്ലേ. അവർക്ക് മനസ്സിലായത് ഈ പുവർ ബോയ് ഷിബിൻ അല്ലേ, അവൻ ചെയ്ത പ്രവൃത്തി എന്താണ്, ആൾക്കാർക്ക് കംഫേർട്ടും അതുപോലെ ഫുഡും പിന്നെന്താണ് ഈ ഗ്രീനറി അല്ലേ, നാച്ചുറലിന് ഒരു ഗിഫ്റ്റുമാണ് ആ കുട്ടി ചെയ്തത് അല്ലേ. അപ്പം നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഡിഡ് ഷിബിൻ ലിവ്? എവിടെയാണ് ഷിബിൻ ജീവിച്ചിരിക്കുന്നത്, എവിടെയാണ് ഈ 4 ഓപ്ഷനിൽ എവിടെയാണ്? ഇൻ എ ലാർജ് ഹൗസിലാണോ? അല്ല. ഇൻ എ സ്മോൾ ഹട്ട്, ഇൻ എ ഹോസ്റ്റൽ, ഇൻ എ ഫാം ഹൗസ് ബൈ ദ റോഡ്. ഏതാണ് ആൻസർ? ഇൻ എ സ്മോൾ ഹട്ടാണ് അല്ലേ. ഇൻ എ സ്മോൾ ഹട്ട് നിയർ സ്ട്രീം അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? വാട്ട് ഡിഡ് ഷിബിൻ ഡു എവറി മോർണിംഗ് ആഫ്റ്റർ ഹെൽപ്പിംഗ് ഹിസ് മദർ? എന്താണ് ഷിബിൻ എന്നും അമ്മേനെ സഹായിച്ചതിന് ശേഷം എന്നും അവൻ ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ്, കളിക്കുകയാണോ? ഹി വെന്റ് ടു സ്കൂളിൽ പോയതാണോ? ഹി ഗാദേർഡ് സാപ്ലിംഗ് ആൻഡ് പ്ലാന്റഡ് ദം അലോങ് ദ റോഡ് സൈഡ് ആണോ? അവന് സാപ്ലിങ്സ് ഒക്കെ പറിച്ച് ഒരുമിച്ച് വെച്ചിട്ട് എന്താണ് റോഡ് സൈഡിൽ നട്ടതാണോ? ഹി സോൾഡ് ഫ്രൂട്ട്സ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് മെയ്ഡ് മണി. ഏതാണ്? അവനെന്താക്കി, ഗ്യാതേർഡ് സാപ്ലിങ്സ് അല്ലേ. അവന് സാപ്ലിങ്സ് ഒക്കെ ഗ്യാദർ എടുത്തിട്ട് എന്താക്കി, റോഡ് സൈഡിൽ നട്ടു അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഹി ഗ്യാതേർഡ് സാപ്ലിങ്സ് ആൻഡ് പ്ലാന്റഡ് ദം അലോങ് ദ റോഡ് സൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ, നോക്കിയേ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ദ പീപ്പിൾ ലാഫ് അറ്റ് ഷിബിൻസ് ഇൻ ദ ബിഗിനിങ്? ഫസ്റ്റിലൊക്കെ ഈ ആൾക്കാർ ചിരിച്ചു അല്ലേ, അവൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അല്ലേ. എന്തുകൊണ്ടാണ് ആൾക്കാരെ ചിരിച്ചത്? ദേ തോട്ട് പ്ലാന്റിങ് ട്രീസ് വാസ് യൂസ്ലെസ്. അവരെന്താ വിചാരിച്ചത്, ഈ മരങ്ങൾ നടുക എന്നുള്ളത് യൂസ്ലെസ് ആണോ? ദേ ഡിഡ് നോട്ട് ലൈക്ക് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ആണോ? ദേ വാണ്ടഡ് ടു പ്ലാന്റ് ട്രീസ് ദംസെൽസ് എന്നാണോ? ദേ വെർ അഫ്രൈഡ് ഓഫ് ലൂസിങ് ലാൻഡ് ആണോ? എന്തിനാണ് ആൾക്കാർ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താണ് ചിരിച്ചിരിക്കുന്നത്? എന്താണ് അവര് എന്താ വിചാരിച്ചത്, എന്താണ് പ്ലാന്റിങ് ട്രീസ് വേർ യൂസ്ലെസ് അല്ലേ, യൂസ്ലെസ് അല്ലേ. ഇതാണ് ഇതില്ലേ, ദേ തോട്ട് പ്ലാന്റിങ് ട്രീസ് വാസ് യൂസ്ലെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഷിബിൻ റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക, എന്നിട്ട് ഏതാണോ ശരി അതിൽ എന്താക്കുക, നമ്മൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് നോക്കൂ. ഷിബിൻ ബിലോങ് ടു എ പുവർ ഫാമിലി. ഷിബിൻ എന്താണ്, ഒരു പുവർ ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ശരിയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. ഷിബിൻ പ്ലാന്റഡ് സാപ്ലിങ്സ് അലോങ് ദ റോഡ് സൈഡ്. ഷിബിൻ എന്താണ്, റോഡ് സൈഡിൽ എന്താണ് സാപ്ലിങ്സ് ഒക്കെ പ്ലാന്റ് ചെയ്തു, നട്ടു. ശരിയാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, എന്താണ്? ഓക്കെ, ഷിബിൻ സ്റ്റോപ്ഡ് ഹിസ് വർക്ക് ബിക്കോസ് പീപ്പിൾ മോക്ക്ഡ് ഹിം. ആൾക്കാരെ അവനെ കളിയാക്കിയപ്പോൾ അവൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തോ? ഇല്ല, അത് തെറ്റാണ് അല്ലേ, അത് തെറ്റാ. ഓക്കെ, അത് തെറ്റ്.
ദെൻ ദ ട്രീസ് ലേറ്റർ പ്രൊവൈഡഡ് ഷെയ്ഡ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ലാസ്റ്റ് എന്താക്കി, മരങ്ങളൊക്കെ എന്താക്കി, ആ തണലും ഫ്രൂട്ട്സും ഒക്കെ തന്നു അല്ലേ. അത് ശരി അല്ലേ. അപ്പോൾ ഇതിൽ ശരി ഏതാ? 1, 2, 4 ആണ് ശരി അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിയാൽ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 1, 2, 4 ഉള്ള ഏതാണ്? ഇതാ ഇത് അല്ലേ, സി ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഇതാണ് ശരി കേട്ടോ. 1, 2, 4 ഉള്ളതാണ് കറക്റ്റ്. അത് ആ ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ആക്കി എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ ഓക്കെ 1, 2, 4 സി ആണ് കറക്റ്റ് കേട്ടോ. ഓക്കെ, അവിടെ ശരിയാക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അസേർഷൻ ആണ് കേട്ടോ. ദ വില്ലേജേഴ്സ് പ്രൈസ്ഡ് ഷിബിൻ ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്. വില്ലേജേഴ്സ് എന്താക്കി, കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താക്കി, ആ ഷിബിനെ പ്രൈസ് ചെയ്തു. റീസൺ എന്താണ്? ദ സാപ്ലിങ്സ് ഹി പ്ലാന്റഡ് ഗ്രൂ ഇൻ ടു ട്രീസ് ദാറ്റ് ഗേവ് ഷെയ്ഡ് ആൻഡ് ഫ്രൂട്ട്സ്. എന്താണ്, ആ സാപ്ലിങ്സ്, ആ നട്ട സാപ്ലിങ്സ് എന്താണ്, വലിയ മരമായിട്ട് എന്താക്കി ഷെയ്ഡും ഫ്രൂട്ട്സും ഒക്കെ തന്ന് കിട്ടി അല്ലേ. ഇവിടെ നോക്കിയാൽ ബോത്ത് എ ആൻഡ് ആർ അസേഷണൽ റീസൺ ട്രൂ ആണ്. ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇത് ശരിയാണോ? ആർ എന്ന് പറഞ്ഞാൽ എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ആർ ട്രൂ, രണ്ടും ഇതുമാണ്. ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ എന്താണ്, എൻ്റെ എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറയുന്നത്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് പറയുന്നത്. എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഏതാ ശരി? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ് അല്ലേ. പിന്നെന്താണ്, ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ. അപ്പോൾ എ ആണ് നമ്മളെ കറക്റ്റ് ചെയ്ത് കേട്ടോ. എയും ആറും കറക്റ്റ് ആണ്. അതുപോലെ എന്താണ്, ആറിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്ത്, എ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. ഇമെയിൽ ആണ്. ആതിര പർച്ചേസ് എ ലാപ്ടോപ്പ് ഓൺലൈൻ. എന്താ ആതിര എന്താക്കി, ലാപ്ടോപ്പിൽ എന്താണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തു അല്ലേ. ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു, വാങ്ങി. ആഫ്റ്റർ 3 months, 3 മാസത്തിന് ശേഷം എന്താക്കി, ഇറ്റ്സ് കീബോർഡ് സ്റ്റോപ്ഡ് വർക്കിംഗ്. അതിൻ്റെ കീബോർഡ് എന്താക്കി, വർക്ക് ചെയ്ത് നിർത്തി അല്ലേ. ഫ്രം ദ ബിൽ ഷീ ഫൗണ്ട് ദാറ്റ് ദ ലാപ്ടോപ്പ് ഹാഡ് 2 years വാറണ്ടി. അപ്പോൾ ബില്ലിൽ നമ്മൾ എന്ത് കണ്ടു, 2 വർഷത്തെ വാറണ്ടി ഉണ്ടെന്നുള്ളത് കണ്ടു അല്ലേ. ഷീ ഇമെയിൽഡ് എ കംപ്ലൈൻറ്റ് ടു ദ കമ്പനി. അങ്ങനെ എന്താക്കി, അവൾ എന്താക്കി, ആ കമ്പനിക്ക് ഇമെയിൽ ചെയ്തു അല്ലേ, എങ്ങനെ കംപ്ലൈൻറ്റ് ആയി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇമെയിൽ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ 2 ഉണ്ട് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണം, 2 ആരാ കമ്പനീൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലേ. പിന്നെ സബ്ജക്റ്റ് എന്താണ്, കംപ്ലൈൻറ്റ് ദ ലാപ്ടോപ്പ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താക്കണം, ഇമെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു @email.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുക്കണം അല്ലേ. ഏത് കമ്പനിയാണ്, ലാപ്ടോപ്പിൻ്റെ കമ്പനിയാണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് @gmail.com എന്ന് പറഞ്ഞത് ആ കമ്പനിയുടെ പേര് വെച്ചിട്ട് @gmail.com എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. പിന്നെ സബ്ജക്റ്റ് എന്താണ്, ആ കംപ്ലൈൻറ്റ് ദ ലാപ്ടോപ്പ് അല്ലേ. ലാപ്ടോപ്പ് കംപ്ലൈൻറ്റ് ആയിരുന്നല്ലേ. പിന്നെ എന്താ സർ എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, സ്റ്റാർട്ട് ചെയ്യുക. എന്താണ്, ലാപ്ടോപ്പ് ഇങ്ങനെ 2-3 മാസം മുമ്പ് വാങ്ങിയതാണ്. അപ്പോൾ എന്താണ്, ഇത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എന്താണ്, ഇത് റീപ്ലേസ് ചെയ്ത് തരണമെന്നോ അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കുക, നമുക്ക് ഇവിടെ മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ലെറ്റർ ആണ് കേട്ടോ. ആക്ടിവിറ്റി 3 എന്താണ്, ലെറ്റർ ആണ്. ഡോണ്ട് യു റിമെമ്പർ ദ സ്റ്റോറി രഞ്ജീസ് മാജിക് ബാറ്റ്? ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. വെൻ രഞ്ജി ഗ്രൂ അപ്പ് ഹി വാസ് സെലക്റ്റഡ് for the under-19 national cricket team. He remembered Mr. Kumar who encouraged him to become a good cricketer. He wrote letter to Mr. Kumar. അപ്പോൾ മിസ്റ്റർ കുമാറിന് എന്താക്കി, അവന് കത്ത് എഴുതുകയാണ് അല്ലേ. എന്താണ്, അപ്പോൾ മിസ്റ്റർ കുമാറിനെ അവനെ എന്താക്കി സെലക്ട് ചെയ്ത് under-19 നാഷണൽ ക്രിക്കറ്റ് ടീമിനെ എന്താക്കി, രഞ്ജീനെ സെലക്ട് ചെയ്തു അല്ലേ. രഞ്ജി വലുതായപ്പോൾ അവനെ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ എന്താണ്, മിസ്റ്റർ കുമാറിനെ ആലോചിച്ചു അല്ലേ. അപ്പോൾ എന്താണ്, അവനെ ഒരു ഗുഡ് ക്രിക്കറ്റർ ആവാൻ ആരാ എൻകറേജ് ചെയ്തിരിക്കുന്നത്, മിസ്റ്റർ കുമാറാണ് അല്ലേ. അപ്പോൾ എന്താക്കുക, മിസ്റ്റർ കുമാറിന് ഒരു കത്ത് എഴുതണം അല്ലേ. അപ്പോൾ എന്തൊക്കെ എഴുതണം, ലെറ്റർ എഴുതണം അല്ലേ. മിസ്റ്റർ കുമാറിൻ്റെ മാജിക് ബാറ്റിനും ലോസ് ദ മാജിക് ബാറ്റും വൺ ദ മാച്ചും ജേർണി ടു ദ നാഷണൽ ടീം ഗെയിൻഡ് കോൺഫിഡൻസ് മിസ്റ്റർ കുമാർ എൻകറേജ് ഹി. അതിനെ കുറിച്ചിട്ട് എന്താക്കണം, നിങ്ങളൊരു കത്ത് എഴുതണം. കത്ത് എഴുതുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളതല്ലേ. ഫ്രണ്ട്ലി ലെറ്റർ ആണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ലെറ്ററിൻ്റെ ആ സ്ട്രക്ചർ ഉണ്ടാവും, ഫോർമാറ്റിൽ എന്താക്കണം, കത്ത് എഴുതണം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, കത്ത് എഴുതുക. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്, ഡയറി ആണ് കേട്ടോ. In the story Praying Hands, Albert worked hard in the mines of 4 years to support his brother's education. He was unable to hold a pen or brush in his hand, so he couldn't fulfill his ambition to pursue his studies in the academy. Many memories flashed through his mind. He wrote his diary. Write the diary. Diary എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറി എഴുതേണ്ട മെത്തേഡ് അറിയാലോ, ആ ഡയറി വെച്ച് എഴുതുക കേട്ടോ. ദ നെക്സ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഏതാണ്, ദ നേഷൻ ഹോണേഡ് ഉഷ ചൗമാർ, ദ മാനുവൽ Scavenger with the prestigious Padma Shri award. She received the award from the President of India. The award ceremony reminded her for the
long struggle against untouchability and manner scavenging. She made a diary entry that day. അന്ന് രാത്രി അവർ ഇത് ഡയറി എൻട്രി സംഭവം എന്താണ്? നമ്മളെ ഉഷാ ചൗബർ അല്ലേ, ഉഷാ ചൗബർ എന്താ മാനുവൽ സ്കാവൻജറാണ് അല്ലേ. എന്താണ് പത്മശ്രീ അവാർഡ് എന്താക്കി കിട്ടി അല്ലേ. അവൾ എന്താണ് ആ അവാർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു. ആ അവാർഡ് സെറിമണി എന്താണ് എന്താ ഒരുപാട് കാലത്തെ എന്താ അൺടച്ചബിലിറ്റിയും മാനുവൽ സ്കാവൻജിങ്ങൊക്കെ ഉള്ള ഒരു സ്ട്രഗിളാണ് അല്ലേ. അന്ന് എന്താക്കി അവർ ആ ഡയറി എഴുതി. ആ ഡയറി എങ്ങനെ എഴുതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഴുതുക കേട്ടോ നിങ്ങൾ. നെക്സ്റ്റ് എന്താണ് നോക്കിയ കോൺവെർസേഷനാണ്. Hope you remember the story A Robot with a Virus. Ricky realized his mistake and became a boy with maximum efficiency. His mother was happy to see the neatly arranged home. She appreciated Ricky. Right, the conversation between Ricky and his mother. എന്താണ് റോബോട്ട് വിത്ത് വൈറസ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോറി ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. റിക്കി എന്താണ് മനസ്സിലാക്കി അവൻ്റെ മിസ്റ്റേക്ക് ഒക്കെ അല്ലേ. അവൻ എന്താക്കി നല്ലൊരു ബോയ് ആവാൻ തീരുമാനിച്ചു അല്ലേ. അവൻ്റെ അമ്മ ഭയങ്കര സന്തോഷമായി അല്ലേ. അവൻ എന്താണ് ഹോമൊക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തും പിന്നെ അറേഞ്ച് ചെയ്തൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അമ്മ എന്താക്കി റിക്കീനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അമ്മയും അവനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അല്ലെങ്കിൽ ടോട്ടോ Chan wished to join trip to the hot spring resort, but her mother did not give permission. She approached the headmaster to persuade her mother. എന്താണ് ടോട്ടോ ചാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ആ ട്രിപ്പിന് പോകാൻ അല്ലേ. ആ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്ക് പോകാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ അവളുടെ അമ്മ എന്താണ് പെർമിഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് അവൾ ആ ഹെഡ് മാസ്റ്ററിന് എന്താണ് സമീപിക്കുകയാണ് അല്ലേ. എന്ത് അമ്മേനെ കൊണ്ട് സമീപിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടോട്ടോ ചാൻ ആൻഡ് ഹെഡ് മാസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടോ ചാനും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് എഡിറ്റ് ചെയ്യുക. ലാസ്റ്റ് വീക്ക് ഐ വിസിറ്റ് എ മൂന്നാർ. അപ്പോൾ വിസിറ്റ് എന്നുള്ളത് തെറ്റാണ് അല്ലേ. അപ്പോൾ എന്താണ് ലാസ്റ്റ് വീക്കാണ്, കഴിഞ്ഞ ആഴ്ച എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താക്കണം, അത് പാസ്റ്റ് ടെൻസാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം വിസിറ്റഡ് എന്നുള്ളത് TED എന്ന് കൊടുക്കുക കേട്ടോ. വിസിറ്റഡ് VISITED വിസിറ്റഡ് എ മൂന്നാർ. ഇറ്റ് വാസ് എ സറൗണ്ടഡ് ബൈ അല്ലേ. BY ബൈ ഫോറല്ല ബൈ ആണ് അല്ലേ. ബൈ ഗ്രീൻ ഹിൽസ് ആൻഡ് 10 ഗാർഡൻസ്. ദ ക്ലൈമറ്റ് വാസ് പ്ലസൻറ്റ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അല്ലേ. PLEA കൊടുക്കണം കേട്ടോ. PLEASANT കൊടുക്കുക കേട്ടോ. ആൻഡ് കൂൾ. ഓക്കെ, PLEASANT പ്ലസൻറ്റ് കൂൾ. ആൻഡ് മെനി. ഈ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ എം എന്താക്കുക ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. എം ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. Many people visit Munnar to enjoy nature and fresh air. It is a place peaceful എന്നല്ലേ. അപ്പോൾ എന്താ രണ്ട് വേർഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. ഇറ്റ് ഈസ് എ പ്ലേസ്ഫുൾ പ്ലേസ് ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആൻഡ് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ. ഈ പീസ്ഫുൾ നദി ഇത് എന്നിട്ട് പ്ലേസ് എഴുതുക. ഓക്കെ, അതാണ് എഡിറ്റിങ്. ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നന്നായി ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഗ്രാമറൊക്കെ മിസ്റ്റേക്ക് ഇല്ലാതെ ശരിക്കും എഴുതുക. ഓക്കെ, താങ്ക് യു.